ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ വെറൈറ്റി ആയിട്ടുള്ള ചാലഞ്ച് ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇന്നത്തെ ചാലഞ്ച് എന്ന് പറയുന്നത് ഡഫ് ചാലഞ്ച്. വെറും ഡഫ് ചാലഞ്ച് അല്ല, ഡഫ് കുക്കിംഗ് ചാലഞ്ച്. അതായത് കുക്കിങ്ങിന് വേണ്ടിയിട്ട് നമ്മളെ കയ്യിൽ നിന്ന് ഐറ്റംസ് ഒന്നുമില്ല, പക്ഷേ എന്നാലും നമ്മൾ കുക്ക് ചെയ്യണം. ഈ ചാലഞ്ചിന്റെ പ്രധാന റൂൾസ് എന്ന് പറയുന്നത് നമ്മുടെ കയ്യിൽ കുറച്ച് ഐറ്റംസ് ഉണ്ട്, അത് നമ്മൾ പേപ്പർ നോട്ട്സിൽ കുറിച്ച് വെച്ചിട്ടുണ്ട്. ഈ ഐറ്റംസ് നിന്ന് സ്റ്റോൺ പേപ്പർ സിസേഴ്സ് കളിച്ചിട്ട് ജയിക്കുന്ന ആരാണോ അയാൾക്ക് ഡഫായിട്ടിരിക്കാം. തോറ്റയാണ് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അയാള് ഈ ഒരു ഫുഡ് ഐറ്റത്തിനെ കുക്ക് ചെയ്ത് കാണിച്ചു കൊടുക്കണം. ഡഫായ ആളെ കൊണ്ട് നമ്മൾ കുക്ക് ചെയ്ത് അയാളെ കൊണ്ട് നമ്മൾ എന്താ കുക്ക് ചെയ്തെന്നുള്ളത് പറയും. എങ്ങനെ കുക്ക് ചെയ്യുന്നുള്ള രീതിയും അയാൾ പറഞ്ഞിരിക്കണം. അങ്ങനെയാണെങ്കിൽ അയാൾ വിന്നറാണ്. അപ്പൊ ഡയറക്റ്റ് നമുക്ക് ചാലഞ്ചിലേക്ക് പോവാം. സ്റ്റോൺ പേപ്പർ സിസർ കളിച്ചിട്ട് ആരാണ് ഡഫ് ആവാൻ പോകുന്നതെന്നുള്ളത് നമുക്ക് ഫസ്റ്റ് കണ്ടുപിടിക്കാം. ഒറ്റ റൗണ്ടേ സ്റ്റോൺ പേപ്പർ സിസർ ഉള്ളൂ. ഓക്കെ, ശരി. സ്റ്റോൺ പേപ്പർ സിസർ. ഇതെന്താ, സൂചിയാ? അയ്യേ, പൊട്ടത്തി. നമുക്ക് സൂചി ഉണ്ട്, ഇതിന് സൂചി ഇല്ല. സ്റ്റോൺ പേപ്പർ സിസർ, സ്റ്റോൺ പേപ്പർ സിസർ. ഡഫായിക്കോ ഗൈസ്, അപ്പം നീയാണ് ഡഫ്. ഇതെങ്ങനെ? നിനക്ക് പാട്ട് കേൾക്കാം, എനിക്ക് പറഞ്ഞു തരണം. സോറി, ഞാനാണ് ഡഫ്. അല്ല, വേണമെങ്കിൽ ഞാനാണ്, എനിക്ക് കുഴപ്പമില്ല. അപ്പൊ ഇവളാണ് ഡഫ്. ഇനി നമുക്ക് നറുക്കിട്ട് നോക്കാം. ഞാനല്ലേ കുലുക്കി തരേണ്ട? ശരാ, എളുപ്പമുള്ള ഐറ്റം കിട്ടിയാൽ മതിയല്ലേ. പെട്ടെന്ന് എടുത്തോ, കൂടുതൽ ആലോചിക്കണ്ട. അപ്പൊ ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട്, എന്താന്നുള്ളത് നോക്കാം. നീ നോക്കാൻ പാടില്ല, നീ അങ്ങോട്ടേക്ക് നോക്കിക്കോ. ഓക്കെ, ഇവന്റെ കുക്കിംഗ് നമുക്ക് ഇപ്പൊ കാണാം. അപ്പൊ ഗായ്സ്, ഡഫ് വന്നിട്ടുണ്ട്. എന്താ കേൾക്കുന്നുണ്ടോ നീ പൊട്ടത്തി? ഇരിക്കട്ടെ. പിന്നെ നിനക്ക് ഭയങ്കര ലെക്കല്ലേ, ഭയങ്കര ഒരു ഭാഗ്യം തന്നെ. ഒന്നും പറയണില്ല ഞാൻ. നമുക്ക് നേരെ നമ്മളെ കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് പ്രിപ്പയർ ചെയ്യേണ്ടത് എന്താ? അവിയലാണല്ലോ. അപ്പൊ ഇതെങ്ങനെ കുക്ക് ചെയ്യുന്നുള്ളത് ഇവിടെ നമുക്ക് പറഞ്ഞുതരും ഇല്ലയോ എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. കുക്ക് ചെയ്യട്ടെ? കുക്ക് ചെയ്യാം. പച്ചക്കറി ഇപ്പൊ എങ്ങനെയാ ഞാൻ പറയാ? കത്തിയാ? നാരങ്ങ? പഴോ? എല്ലടി പൊട്ടത്തി. അല്ല, നമ്മൾ ഈ പച്ചക്കറി ഇങ്ങനെ മുറിച്ചിടൂലേ? പാവയ്ക്ക? അല്ലല്ല, പച്ചക്കറി ഇല്ലേ? പച്ചക്കറിയാ? അതെ. ടക്ക് 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 ടക്ക്. ഏത് പച്ചക്കറി? അത് പലതും ഉണ്ട്. കേക്കുന്നുണ്ടാ? പടവലം? പടവലെങ്കിൽ പടവലം. അരിഞ്ഞ്. നാരങ്ങ? അല്ലല്ല, അതൊക്കെയല്ല. അതൊക്കെ അവിയൽ ഉണ്ടാക്കാൻ അറിഞ്ഞൂടാ. ഈശ്വരാ, കായിനല്ല എന്നാ പറയൂ. ഞാനിപ്പം മുരിങ്ങാക്കൂലെ. മുരിങ്ങാക്കോല്? എല്ലാം മുറിച്ചിട്ട് അല്ലല്ല, എല്ലാം മുറിച്ചിട്ട് മുറിച്ചു വെച്ച്. അത് തന്നെ. എന്നിട്ട് എന്താ പൊതുവെ ചെയ്യല്? തൽക്കാലം പാത്രം എടുത്ത്. ഉരുളി? ചെമ്പ്. പാത്രം? ചെമ്പ്. പാത്രം? വലിയ പാത്രം. പാത്രം. ദൈവമേ. വെള്ളം എടുക്കുക, ഒഴിക്കുക. എണ്ണ? അല്ല, വെള്ളം. വെള്ളം എടുത്ത് വെള്ളം ഒഴിച്ച് എന്നിട്ട് ഗ്യാസ് കത്തിച്ച്. അതറിയാലോ. അത് കത്തിച്ചതിന് ശേഷം ഇവിടെ ചെയ്യേണ്ടത്, ഈ സത്യം പറഞ്ഞ ഈ സംഭവം ഉണ്ടാക്കാറിനൂടാ. ഞാൻ എന്റെ രീതിയിലുള്ള ഒരു അവിയൽ ഞാൻ ഉണ്ടാക്കി കുറച്ചു കൊടുക്കുക. അതാണ് ഇവക്ക് ഏറ്റവും നല്ലത്. മഞ്ഞക്കിപ്പ് എന്താ പറയാ, മഞ്ഞൾപ്പൊടി. എന്ത് കാണിക്ക്? മഞ്ഞൾപ്പൊടി. എണ്ണ? വെള്ളം ഒഴിച്ചല്ലേ? വെള്ളം ഒഴിച്ചാ പിന്നെ എണ്ണ ഒഴിക്കണം അതില്, പൊട്ടത്തി. മഞ്ഞൾപ്പൊടി ഇല്ലേ? മഞ്ഞൾപ്പൊടി. ക്രീമാ? അല്ല, മഞ്ഞൾ തേക്കൂലേ? മഞ്ഞൾ പൊടി. എല്ലാ മഞ്ഞൾ. മഞ്ഞ. സ്വർണം? കളർ എന്താ?
ഇതിന്റെ കളർ എന്നടി പൊട്ടത്തി. സ്വർണം. ഇതിന്റെ ഇത് മോതിരം. സ്വർണം മോതിരം വെച്ച് ആരെങ്കിലും അവിയൽ ഉണ്ടാക്കുക? ഇതിന്റെ കളർ എന്താ? മോതിരം. മോതിരല്ല, അല്ല, മഞ്ഞ. മഞ്ഞൊന്നും ഇല്ലല്ലോ ഇവിടെ പണ്ടാരം പിടിക്കാനായിട്ട്. ആ കളർ എന്നാ? കളർ ഇത് സ്വർണം ഒരച്ച് നോക്കൂ. മുഖത്താരെങ്കിലും സ്വർണം അടിച്ചിട്ട് തേക്കും. അപ്പൊ ഇങ്ങനെ മുഖത്തിടും. അറിഞ്ഞിട്ട് അറിയാത്ത പോലെ പറയല്ലേ, അറിഞ്ഞിട്ട് അറിയാത്ത പോലെ പറയല്ലേ. പോട്ടെ, നേരത്തെ പച്ചക്കറി പച്ചക്കറി തട്ടിയിലിട്ട്. ഇനി മുളക് പൊടി. എണ്ണ എന്തിനാ വീണ്ടും? എണ്ണയൊന്നും അതിൽ ഒഴിക്കൂല. വെള്ളത്തില് ഉപ്പ്. ആ ഉപ്പ് 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 ആ ഉപ്പ് ഇട്ട്. ഉപ്പിട്ട്. പിന്നെ മഞ്ഞൾപ്പൊടി. മഞ്ഞൾപ്പൊടി അതെടുത്തിട്ട് അതിലിട്ട് ലിപ്സിങ്കിലൂട്ട് എങ്ങനെ കണ്ടുപിടിക്കാം? ദൈവമേ, ഈ പൊട്ടത്തീരെ പറഞ്ഞു മനസ്സിലാക്കാം. അതിട്ടതിന് ശേഷം നമ്മള് ഇളക്കി. നല്ലോണം അങ്ങടെ ഇളകട്ടെ. ഇളക്കിയതിന് ശേഷം നമ്മള് മൂട് അടച്ചു വെച്ച്. മൂടെടുത്ത് അടച്ചു വെച്ച്. ഇനി അത് തിളക്കട്ടെ. എടി തിളക്കട്ടെ. അടച്ചു വെച്ച് ഇനി സമയം നോക്കി. സമയം നോക്കുക. വേവുന്നത് വരെ. അത് തിളച്ച് വേവുന്നത് വരെ നമുക്ക് കാത്തു വെക്കാം. അതിന് ശേഷം പിന്നെ നമ്മൾ ചെയ്യേണ്ടത് അടപ്പ് ഊരുക. തുറക്കുക. തുറന്നിട്ട് അതില് പശു പാല്. എനിക്ക് എന്ത് കിട്ടും? പാലിങ്ങനെ കടഞ്ഞാൽ എന്ത് കിട്ടും? അല്ലല്ല, പാല് ഒഴിച്ച് അതിങ്ങനെ കടഞ്ഞാൽ എന്ത് കിട്ടും? പാലിളക്കിയിട്ട് എന്തിനാടി നീ എടുക്കുന്നത്? അവിയൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. പാല് ഇങ്ങനെ ഇളക്കിയാൽ എന്ത് കിട്ടും? പാലിങ്ങനെ കടഞ്ഞെടുത്താൽ ഒരു സാധനം കിട്ടും. പാല് തിളപ്പിച്ചിളക്കണോ? പഞ്ചസാര ഇട്ടിട്ട് എനിക്ക് കുടിച്ചോ? ഞാൻ പോകുന്ന ഇത് പണ്ടൊരു പൊട്ടത്തിക്കൊന്നും അറിയത്തില്ല. പാലിങ്ങനെ ഒഴിച്ചിട്ട് അതിങ്ങനെ ഇളക്കിയാൽ എന്ത് കിട്ടും? നെയ്യല്ലടി, തേങ്ങ. എടി പാലിങ്ങനെ ഇളക്കിയാൽ എന്താ കിട്ടുവാ? എന്തോ ഒരു സാധനം കിട്ടൂലേ? തൈര്. തൈര്. അതെ, തൈര് ഒഴിക്കണം. അതിലേക്ക് ഒഴിക്കണം. ഒഴിച്ചിട്ട് ഇളക്കുന്നു ഞാൻ. ഇളക്കുക. ഇളക്കിയതിന് ശേഷം നമ്മൾ എന്താ ചെയ്യാ? ഇളക്കിയതിന് ശേഷം എന്താ കൈസ് ഇതിൽ ചെയ്യാൻ പറ്റുക? ഇത്ര മതി. ഇത് മതി. അപ്പൊ സെറ്റായി. സംഭവം എന്ന് വെച്ചാൽ എനിക്ക് അവിയൽ ഉണ്ടാക്കാൻ അറിഞ്ഞൂടാ. അതാണ് ഇങ്ങനെ ഞാൻ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുന്നത്. ഞാൻ തൈര് ഒഴിച്ച് വയ്ക്കണമെങ്കിൽ ഇവിടെ ഒരു സാധനമേ ഉള്ളു. എന്നാ? അവിയല്. മനസ്സിലായില്ല? അല്ലേ? തന്നെ തന്നെ ഇവരിക്ക നിന്റെ പാല് ആരെങ്കിലും പച്ചക്കറിയിലൂടെ പൊട്ടത്തി അറിഞ്ഞോണ്ട് മനഃപൂർവ്വം ചെയ്തല്ലേ? അല്ല. പിന്നെ നീ ഇത് വച്ചു നോക്ക്. നിനക്ക് വല്ല കേൾക്കുന്ന വെച്ച് നോക്ക്. ഞാനും വെച്ച് നോക്കട്ടെ. അമ്മോ, ഇല്ല. അത് ശരിയായിട്ടാ. ഓള് മാക്സിമം കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ഓള് ജയിച്ച. ഫസ്റ്റത്തെ ഇതില് ഞാൻ ജയിച്ചിട്ടുണ്ട്. അവിയലില് തേങ്ങ പോലും ഇടാത്ത ഒരു അവിയൽ. അത് ഏത് അവിയലാണെന്ന് എനിക്കറിഞ്ഞു. പിന്നെ തൈര് ഒഴിച്ച് ഇവിടെ ആകെ വെക്കുന്ന ഒരു സാധനം അവിയലാണ്. അതുകൊണ്ടാണ് അത് മിക്സ് ചെയ്ത് പറയാൻ പറ്റിയത്. അത് ഇവിടെ ഉണ്ടാക്കിയ രീതി അനുസരിച്ചിട്ട് ഇവക്കത് പറയാൻ പറ്റിയിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് സ്റ്റോൺ പേപ്പർ സിസർ. എടടി കുലിക്കിത്തക്കത്തി കുലിക്കിത്തക്കത്ത. തിരിഞ്ഞിരിക്കും. അയ്യോ, കണ്ട? എല്ലാരും കണ്ടില്ലേ? അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് പറഞ്ഞു തുടങ്ങാം. അപ്പൊ പറയൂന്ന് നോക്കാല്ലോ. ഗ്ലാസാ, തക്കാളി. തക്കാളി തക്കാളി കട്ട് ചെയ്യാ. പഴം, ഉള്ളി ഉള്ളിയും കട്ട് ചെയ്യാ. ടോർച്ച
എന്തൊരു പുട്ടും കുറ്റി. ഒന്നുകൂടി കാണിച്ച എന്തൊരു മണ്ടനാണ് നമുക്ക്. എണ്ണ. ഇത് സാധനം എന്താണത്? ഇതൊരു സാധനം ഇങ്ങനെ വെച്ചിട്ട്. ചേനയാ? ചേനയുള്ള ചേമ്പ് നീളമുള്ള ഒരു സാധനമാണ് ഇത്. മനസ്സിലായോ? ഇത് നീളമുള്ള സാധനം, നീളമുള്ള സാധനം. പടവലം. ആ പടവലം. ആ മുറിച്ചിടുക. ആ അയ്യേ, ഈ കളറിലുള്ള നീളമുള്ള ഓ മുളക്. ആ മുളക്. മുളക് കട്ട് ചെയ്യാ. പിന്നെ കുറച്ച് അല്ല ആ പച്ചക്കറിയില് സൈഡിലേക്ക് വെക്കുക. എന്ത്? ആ പാത്രോ. ഇതിന്റെ വീതി നീളം നോക്ക്. പിടിയുള്ള പാത്രം. ആ ഇത്ര ഹൈറ്റ് ഉണ്ട്. അടുപ്പത്ത് വെക്കുക. വെള്ളം ഒഴിക്കുക. എന്നിട്ട് ഈ പച്ചക്കറി എല്ലാം കൂടെ, ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പച്ചക്കറി അതിലിടണം. പച്ചക്കറി മുറിച്ചിട്ട പച്ചക്കറി അതിലേക്ക് ഇടുക. എന്നിട്ട് എന്താ അടപ്പ് തുറക്കുക. പൊടി ഇടുക. മുളക് പൊടി ഇടുക. ഇതൊരു പാക്കറ്റ്. അതിങ്ങനെ കത്തരിക വെച്ചിങ്ങനെ പൊട്ടിക്കണം. എന്നിട്ട് അത് ഇതിലിങ്ങനെ തട്ടണം. എന്തിനാ മുറിച്ചിടുക? കവറില്ലേ? ഇത്രയുള്ള കവറ്. എന്ത് കവറാ? കവറ് മുറിക്കുക. എന്നിട്ട് കവറ് മുട്ടിയിടുക. പൊടി ഇടണം അതിനകത്ത്. പൊടി ഇടുക. എന്ത് പൊടി? അതെന്ത് പൊടിയായിരിക്കും? എന്ത് പൊടി? ഒരു രുചികരമായ പൊടി, രുചിയുള്ള പൊടി. ആ പൊടി പുളിയാ? പുളിയുണ്ട്. പുളി നേരിടുക. വെള്ളം ഒഴിക്കുക. പുളിയിട്ട് ഇങ്ങനെ എവിടെ പുളി വെള്ളം ഒഴിച്ച് ഞെരിടുക. എന്നിട്ട് ഓ അതെ അതിലേക്ക് ഇടുക. എന്നിട്ട് ഇങ്ങനെ ഇരിക്കുന്ന ഒരു സാധനം. ഉണ്ടയാ? ഇങ്ങനെ ഇരിക്കുന്ന പരന്നിരിക്കുന്ന ഒരു സാധനം. ഈ മഞ്ഞ കളർ ഇരിക്കും. മഞ്ഞ പഞ്ചസാര. കേക്കടില്ല. എടാ മഞ്ഞ കളർ എന്ത് സാധനം കാണിച്ച എങ്ങനെ ഞാൻ കാണിക്കും? മോതിരം. കളർ എന്നാ? കളറ് മഞ്ഞ. പട്ടത്തിനിരിക്കുന്ന സാധനം. ചെറിയ മഞ്ഞ ഉരുട്ട. പരന്നിരിക്കും. പരത്തിയത്. പരന്നിരിക്കുന്ന ചെറിയൊരു സാധനം. അതിങ്ങനെ അതിങ്ങനെ എടുക്കണം. ഇത്ര എടുക്കണം. വെള്ളം. ആ മഞ്ഞ കളറിലെ സാധനം ഇത്ര എടുക്കണം. എന്നിട്ട് വെള്ളം വെച്ചിട്ട് ഈ സാധനം അതിലിട്ട് അരി ഇടുക. പരന്നിരിക്കണം മഞ്ഞ കളറ് സാധനം. മഞ്ഞ. പരിപ്പ്. മഞ്ഞപ്പ്. പരിപ്പ്. ഉപ്പ. എടാ പരിപ്പ്. പരിപ്പ. ഇങ്ങനെ ഇടണം. ഓ മഞ്ഞ പരിപ്പ് ഇടുക. എന്നിട്ട് ഇങ്ങനെ ഫിസില് കൂക്കി വിളിക്കുക. കുക്കർ ഇടണം. കുക്കറിലെല്ലാം ഇട്ട് അടച്ചു വെക്കുക. പരിപ്പിടുക. വിസിലടിക്കുക. മനസ്സിലായി. എന്നിട്ട് അത് വേവിച്ചെടുത്ത് കഴിഞ്ഞ് പുറത്ത് കുക്കറ് പച്ചക്കറി ഇട്ട പാത്രം. സൈഡ് രണ്ടെണ്ണം. രണ്ട് പാത്രം. ഒന്ന് രണ്ട് പച്ചക്കറി ഇട്ട പാത്രം. ഒന്ന് പരിപ്പ്.
ഒന്നില് പരിപ്പ്, അപ്പുറത്തേല് പച്ചക്കറി, ഈ ഇല്ലേ അത് വെന്ത് സെറ്റായി സെറ്റായി അത് സെറ്റ്. അതെടുത്ത് അതെടുക്കുക, ഇപ്പുറത്തേലിടുക. എന്നിട്ട് അത് അടച്ചു അരിയ അടച്ചു വെക്കണം. അരി ഒഴിക്കണം, ഉപ്പിടുക, ഉപ്പിടുക, അടച്ചു വെക്കണം. അടപ്പ് അടച്ചു വെക്കണം. അടച്ച് ഉണ്ടാക്കി മാത്രം കഴുകി വെക്കണം. അടച്ച് അടച്ചു വെക്കണം. എന്നിട്ട് തീ കൂട്ടുക. തീ കൂട്ടുക. കഴിഞ്ഞ വെയിറ്റ് ചെയ്യണം. വെയിറ്റ് ചെയ്യണം. അപ്പൊ അത് സെറ്റായി സെറ്റായി റെഡിയായി. എന്നിട്ട് കറിവേപ്പില പച്ച കളറില് വലിച്ചു ഊരിട്ട് അതിനകത്ത് മുരിങ്ങാക്കോല്, ഇല ഇല ഏലക്ക, ഇല ഇല അടയാ ഇതാ ഇത്ര നീളമുണ്ട്. അതിങ്ങനെ എന്താ എന്താ ഇത്ര നീളമുണ്ട്. നീളമുണ്ട്. ഇല 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 ഇങ്ങനെ ഇല. മല്ലിച്ചപ്പ് വേറെ അതും വേണം, അതും വേണം. പച്ചച്ചപ്പ്. ഇതെല്ലാം ഇങ്ങനെ കറിവേപ്പിലയാ. ഇതിങ്ങനെ ഇടണം. കറിവേപ്പില പൊട്ടിച്ചിടുക, ഇളക്കുക, എന്നിട്ട് തിളക്കുക. കഴിഞ്ഞ എന്താ ഇത് പരിപ്പ് സാമ്പാറാ. ഇവരുടെ നാട്ടില് അതില് തേങ്ങ അരയ്ക്കും, എന്റെ നാട്ടില് അതില് തേങ്ങ അരയ്ക്കൂല. ഊരട്ടെ എല്ലാം പൊട്ടത്തി. അപ്പൊ സാമ്പാറിൽ നമ്മൾ മറ്റേ കടുക് ഇതെല്ലാം പൊട്ടിച്ചുവിടൂ. ലവ് വേണ്ടേ? അതെ, അതൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. ഇതെന്തുടായിപ്പാണ്? ഇതുപോലെ പറയുന്നില്ല. പരിപ്പ് കിട്ടിയപ്പോഴാണ് എനിക്ക് സംഭവം മനസ്സിലായി. ഞാൻ പരിപ്പിന് പകരം വിചാരിച്ചത് വിചാരിച്ചെന്നാ അറിയാം, ബിരിയാണി എങ്ങനെ ആക്കുന്നത് ഞാൻ വിചാരിക്കുന്നത്. പക്ഷേ എന്റെ വെജിറ്റബിൾ ബിരിയാണിയും കിട്ടുമല്ലോ. എന്റെ നാട്ടിൽ തേങ്ങ അരയ്ക്കൂല, സോ ഞാൻ അത് പറയൂല. അപ്പൊ ഇതായിരുന്നു നമ്മളെ ഇന്നത്തെ ചലഞ്ച്. ഇന്ന് നമ്മൾ രണ്ടാളും വല്ലാത്ത രീതിയിൽ സ്ട്രഗിൾ ചെയ്തു. ഇവൾ ഓൾറെഡി നല്ല രീതിയിൽ കുക്ക് ചെയ്യുന്നതുകൊണ്ട് ഇവക്ക് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാനുള്ള ഇതുണ്ട്. പക്ഷെ എനിക്ക് കിട്ടിയത് അവിയലേനു. അവിയൽ എനിക്ക് ഉണ്ടാക്കുന്ന രീതി എനിക്ക് അറിയില്ല. ഒരെണ്ണം ഉണ്ടാക്കാൻ അറിഞ്ഞുകൂടാ. ഇപ്പൊ നൂഡിൽസ് ആണെങ്കിൽ ഞാൻ ഇഷ്ടം പോലെ പറഞ്ഞു തരും, അല്ലെങ്കിൽ ബിരിയാണി ആണെങ്കിലും ഞാൻ വെച്ച് തരും. മുട്ട പൊരിച്ചത് ഇതെല്ലാം അധികം അങ്ങനെ വേണ്ട കേട്ടോ. ചായ പോലും ഇടില്ല. മഞ്ഞൾ പൊടിയല്ല ഞാൻ ഇതെല്ലാം വെച്ചിട്ട് ഞാൻ എത്ര പറഞ്ഞു മഞ്ഞാന്ന്. ഇവക്ക് വേണ്ട സ്വർണ്ണം ഒരിക്കലും ഒഴിക്കാനല്ല ഇവള് പറയുന്നത്. അതെന്ത് ന്യായാന്ന്? അതെന്ത് പരിപാടിയാ? ഇതെന്ന് പറഞ്ഞാ പിന്നെ ഇത് സ്വർണ്ണം ഇതെന്ന് വെച്ചാൽ ഇതിന് കളറ് സ്വർണ്ണം എന്തായാലും ഇട്ടിട്ട് നീ ഉണ്ടാക്കൂലല്ലോ. സ്വർണ്ണം ഇട്ടിട്ട് നീ എന്ത് സാധനം ഉണ്ടാക്കുന്നത്? ഇവ പറഞ്ഞതല്ലേ. പറഞ്ഞ ഇപ്പൊ അതായിപ്പോയോണ്ട് അത് നമ്മൾ തൽക്കാലം വിട്ടേച്ച്. പക്ഷെ ഇവള് സാമ്പാർ അടിപൊളിയാണ്. സാമ്പാർ ഇവള് നല്ല രീതിയിൽ തന്നെ ഇവള് ആക്ടിങ് സ്കില്ലുള്ളതുകൊണ്ട് നല്ല രീതിയിൽ അഭിനയിച്ച് പറഞ്ഞ് കാണിച്ചു തന്നെ. അതുകൊണ്ടാണ് എനിക്കത് മനസ്സിലായത്. പിന്നെ പാട്ട് വെച്ച സമയത്ത് എനിക്ക് ഒന്നും കേൾക്കാനേ പറ്റില്ല. നല്ല കിണ്ണം പാട്ട് ഡാൻസ് കളിക്കാനേ തോന്നുന്നു. അപ്പൊ അത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ. പുതിയൊരു ചലഞ്ച് ആയിട്ട് നമ്മൾ വീണ്ടും വരും. അതുവരേക്കും ബൈ.